ഈ വൃക്കരോഗികൾ വരുന്നതിൽ 60% ഡോക്ടർമാർ പറയുന്നത് അവരുടെ പ്രഷറിന്റെയും ഷുഗറിന്റെയും വേരിയേഷനാണ്. പ്രഷറും ഷുഗറും. ഇപ്പൊ ഇന്നലെ മരിച്ചുപോയ ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, നിങ്ങളറിയാം, ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഷുഗർ പേഷ്യന്റാണ്. അദ്ദേഹം മരിക്കുന്നത് അവൈലബിൾ ആയ കണക്കുകൾ വെച്ചിട്ട് 100 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എത്ര വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി VS ജീവിച്ചു? ഒരു 5-6 വർഷം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ വാർദ്ധക്യമുള്ള മനുഷ്യൻ അദ്ദേഹമായിരുന്നു. എന്നാൽ അത്ര ചെറുപ്പക്കാരന്റെ മനസ്സുമായിട്ട് എന്താ ഒന്ന് കിടന്നു പോകുന്നത് വരെ, ശരിയോ തെറ്റോ ആവാം, ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഒരു പോരാളിയായിരുന്നു ആ മനുഷ്യൻ. അതിനയാൾക്ക് കഴിഞ്ഞിരുന്നു. അയാളുടെ ആരോഗ്യം എന്താണ്? ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ പക്ഷേ കൃത്യമായി ടാബ്ലറ്റ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരിക്കൽ പോലും ടാബ്ലറ്റ് മുടങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന അതിൽ നോക്കിയിട്ടാണ്. ഒരു ദിവസം വന്നിട്ട് ഒരു ഷുഗറിന് ഗുളിക കുടിക്കേണ്ട, മേലോട്ട് താഴോട്ട് കൈ ഇങ്ങനെ പൊതിച്ചാൽ മതിയായിരുന്നു. പിറ്റേ ദിവസം വേറൊരു ഡോക്ടർ വന്നിട്ട് പറയും പ്രഷറിന് തീരെ ഗുളിക കുടിക്കേണ്ട ആവശ്യമില്ല, 2 ചാട്ടം മേലോട്ടും 2 ചാട്ടം താഴോട്ടും ചാടിയാൽ ഷുഗർ തീർന്നു. ഇങ്ങനത്തെ കുറെ നമ്പറുകൾ ഇറക്കി വരികയാണ്.